നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ കോറിലേഷൻ അനലൈസിസ് ആണ് പഠിച്ചത്. അപ്പോൾ കോറിലേഷൻ അനലൈസിസ് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് കോറിലേഷൻ എന്ന് മനസ്സിലാക്കി. അതായത് 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കോറിലേഷൻ അനലൈസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the relationship between 2 variables is called correlation. Now, how many types of correlations are there? Positive correlation, negative correlation, no correlation. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ കോറിലേഷൻ അനലൈസിസ് കാണാനും റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനും നമ്മൾ പഠിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങളും ചെയ്തു. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് റിഗ്രഷൻ അനലൈസിസ് ആണ്. റിഗ്രഷൻ ദ വേർഡ് റിഗ്രഷൻ മീൻസ് ഗോയിങ് ബാക്ക്, അതായത് പിറകിലോട്ട് പോവുക എന്നതാണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക് എന്നാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. റിഗ്രഷൻ അനലൈസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അപ്പോൾ റിഗ്രഷൻ അനലൈസിസ്, ഈ കോറിലേഷൻ അനലൈസിസ് നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞു. റിഗ്രഷൻ അനലൈസിസ് എന്തായിരിക്കും? റിഗ്രഷൻ അനലൈസിസ് പറഞ്ഞാൽ നമുക്ക് 2 വേരിയബിൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു റിഗ്രഷൻ ലൈൻ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വില നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് 2 വേരിയബിളായിരിക്കും ഉള്ളത്. ഇവിടെ നമ്മൾ 2 വേരിയബിൾ എക്സും വൈയും. ഇപ്പോൾ y = x+8. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ കോവിഡിൻ്റെ കേസുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള കോവിഡ് കേസുകൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കേരളത്തിലേക്ക് പുറമേ നിന്ന് വരുന്ന രോഗികൾ എക്സ് എന്നെടുക്കാം. പിന്നെ കേരളത്തിൽ ഒരു 100 കേസുണ്ട് എടുക്കാം. അപ്പോൾ ആകെയുള്ള കേസ് എന്ന് വെച്ചാൽ ആകെയുള്ള കോവിഡ് കേസിനെ വൈ എന്ന വേരിയബിൾ എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു. അതാണ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ y = പുറമേ നിന്ന് വന്ന കേസുകൾ ദാറ്റ് ഈസ് എക്സ്, പുറമേ നിന്ന് വന്ന കോവിഡ് കേസുകൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇവിടെയുള്ള കേസുകൾ അതായത് ഒരു 100. സോ y = x+100 എന്നത് ഒരു ഇക്വേഷനാണ്, ലീനിയർ ഇക്വേഷനാണ്. y = x+100 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷനാണ്. ആ y എന്ന് പറയുന്നതാണ് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. y = ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. y = x+8. എക്സിനോട് കൂടി 8 ആഡ് ചെയ്യുമ്പോഴാണ് y കിട്ടുന്നത്. സോ y ഈസ് dependent variable, x is independent variable. So dependent variable is dependent on which variable? Independent variable and a constant. 100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ y = x+100. കേരളത്തിലെ കൊറോണ രോഗികളുടെ അല്ലെങ്കിൽ കോവിഡ് രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് പുറമേ നിന്ന് വന്ന കോവിഡ് രോഗികളോടുകൂടി ഒരു 100 കൂട്ടിയാൽ കിട്ടുന്നു എന്ന് ഒരു ഗസ് ചെയ്യുന്നതാണ്. അതൊരു ഇക്വേഷനായിട്ട് നമുക്ക് ഗസ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കോവിഡ് കേസുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ആകെയുള്ള കോവിഡ് രോഗികൾ = പുറമേ നിന്ന് വന്ന കോവിഡ് രോഗികൾ +100. അതൊരു ലീനിയർ ഇക്വേഷനാണ്. അവിടെ y എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, y എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് x = ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ വൈയുടെ വില നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എക്സിൻ്റെ വില തന്നു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കാൻ പറ്റും. എക്സിൻ്റെ വില വിദേശത്ത് നിന്ന് വന്നത് ഒരു 500 ആണെങ്കിൽ ആ വൈയുടെ വില എത്ര? 500 + 100 = 600 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഇനി റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ ബേസിൽ, അതായത് സ്ട്രേറ്റ് ലൈനിൻ്റെ ബേസിലാണ് ഇക്വേഷൻ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിഗ്രഷൻ അനലൈസിസ് പറഞ്ഞാൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. സോ
we can predict the dependent variable with the help of independent variable. So what is regression? What is the meaning of regression? Regression analysis is a mathematical measure of the nature of relationship. അതായത് ഈ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പിൻ്റെ മെഷറാണ്, മാത്തമാറ്റിക്കൽ മെഷറാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ അനാലിസിസ് ഈസ് എ mathematical measure of the nature of relationship between two or more variables. നമ്മളിവിടെ 2 വേരിയബിൾസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ നേച്ചറിൻ്റെ മാത്തമാറ്റിക്കൽ മെഷർ അല്ലെങ്കിൽ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. നമ്മൾക്ക് റിഗ്രഷൻ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ലീനിയർ റിഗ്രഷൻ പഠിക്കണം. അതായത് റിഗ്രഷൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോയിൻ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഫിഗർ 2.2ൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിൽ പോയിൻ്റുകൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ ലൈനിനെയാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്, റിഗ്രഷൻ ലൈൻ. സോ റിഗ്രഷൻ ലൈൻ y on x is used to predict y for the given value of x. അപ്പോൾ റിഗ്രഷൻ ലൈൻ 2 എണ്ണം ഉണ്ടാവും, 2 ലൈൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാവും. In order to predict y, we will use y on x. Regression equation of y on x is used for calculating the value of y for given x. And regression equation of x on y is used for calculating the values of x for given y. So, why there are 2 lines of regression equation? There are 2 lines of regression equation. Why? We have to predict or we have to calculate the value of y for given x, that is y on x. We have to calculate the value of x for given y, that is regression equation x on y. So there are 2 cases. We have to calculate the value of y for given x and we have to calculate the value of y, x for given y. So in order to calculate these 2 values, we have 2 regression equation. One is y on x and other is x on y. Now we can see what is a form of regression equation. We already mentioned there are 2 line of regression equation. First one is y on x and other one is x on y. The form of regression equation y on x equal to y minus y bar into byx into x minus x bar. Y minus y bar equal to byx into x minus x bar. So what is y bar? Y bar is the mean of y, that is sigma y by n. Mean value of y is y bar. Like that, x bar. What is x bar? X bar is the mean of x. So sigma x by n. Now there is a new term byx. What is byx? Byx is known as a regression coefficient of y on x. Byx is the regression coefficient of y on x. This byx is used for in the line of regression equation y on x. Byx means regression equation. In which regression equation byx is used? Regression coefficient byx is used. Regression equation of y on x, that is byx. So now what is the equation for finding byx? Byx is equal to covariance of xy by variance of x. That is, for calculation purpose we will use the equation byx equal to n into sigma xy minus sigma x into sigma y by n into sigma x square minus sigma x whole square. This is the equation for byx. So what is the regression equation of x on y? Regression equation of x on y is x minus x bar equal to bxy into y minus y bar. Here regression coefficient is bxy. This is the equation of line of regression equation of x on y. So regression coefficient is not byx but bxy. So x minus x bar equal to bxy into y minus y bar, where bxy equal to n into sigma xy minus sigma x into sigma y by n into sigma y square minus sigma y the whole square
That is the regression coefficient of bxy, regression coefficient bxy. Now, we can calculate, or we will calculate regression coefficient. Here is an example, illustration 2.1. The following data related to sales and purchase of 10 important shops in a city. Sales in thousands, purchase also in thousand. Sales 4, 6, 5, 9, 10, 7, 2. Purchase 2, 5, 3, 7, 7, 3, 1. Form the regression equation and also estimate the amount of sales for purchase of rupees 9,000. So, here we have to estimate, or here we have to estimate the amount of sales. Amount of sales means we have to find the value of x for y equal to, that is purchase equal to 9,000. So here we have to find the value of x for y equal to 9,000. So which equation we have to use? We have to use which equation? We have to find the x value given y. So line of regression equation, x on y is used. X on y. Why? Line of regression equation, x on y is used to predict the value of x. Line of regression equation, y on x is used for predict the value of y for a given x. So the equation we have to use here is x minus x bar equal to bxy into y minus y bar. So first of all, write these values in columns. First value is sales is x, purchase is y. Then we have to find what are the terms we have to find. X bar we have to find y bar. So x bar. So we have to find sigma x, sigma y, and covariance of xy. So xy is required and variance of y is required. So sigma y square we have to calculate. So after adding, we will get sigma x equal to 40, sigma y equal to 28, sigma xy equal to 209, and sigma y square equal to 146. So what is the value of y bar? Y bar equal to sigma y by n. Here, what is the value of n? What is the value of n? Here, how many values? 7 values are there. So n equal to 7. So y bar equal to 28 by 7, which is equal to 4. And x bar equal to sigma x by n, that is 43 by 7, which is equal to 6.14. Now we can calculate, or we will find bxy. What is bxy? Bxy equal to n into sigma xy minus sigma x into sigma y by n into sigma y square minus sigma y whole square. So n equal to 7. 7 into sigma xy, that is 200. 7 into 200 minus sigma x into sigma y, that is 43 into 28, divided by 7 into sigma y square, that is 146. 7 into 146 minus sigma y whole square, that is 28 whole square. Please note, there is sigma y whole square and sigma y square. These two terms are entirely different. One is sum of y square values, other is square of the sum of y variable. So bxy we will get as 1.08. Therefore the line of regression equation is x minus x bar equal to bxy into y minus y bar, that is x minus x bar equal to 6.14, x minus 6.14 equal to bxy, that is 1.08 into y minus y bar is 4. Now we have to calculate the amount of sales when purchase equal to 9,000. Purchase is 9,000, that is value of y equal to 9,000. Here the value is in 1000. So y we can write as 9,000, that is 9, only 9. Okay, then the regression equation is x minus
6.14 into 1.08 into y minus y bar. Y bar is 4. That is x minus 6.14 equal to 1.08 into 9 minus 4. Y, it will, value of y is 9. It is in 1000. That is 9,000. So we will take the value of y as 9. So 9 minus 4. So x equal to 6.14. This minus 6.14 will becomes a plus 6.14 when it comes in the right side. വലതുവശത്ത് വരുമ്പോൾ -6.14 ഇക്വേഷൻ്റെ അല്ലെങ്കിൽ സമത്തിൻ്റെ ചിഹ്നത്തിൻ്റെ വലതുവശം വരുമ്പോൾ എന്താവും പ്ലസ് ആയിട്ട് മാറും. സോ 6.14 പ്ലസ് 1.08 ഇൻറ്റു 5 വിച്ച് വിൽ ഗീവ് 11.54. അപ്പോൾ സെയിൽസ് എത്രയാണ്? പർച്ചേസ് 9,000 ആകുമ്പോൾ സെയിൽസ് എത്രയാണ്? 11.54 ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഇതേപോലെ ഉള്ള ഒരു ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് എ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ പെർഫോമൻസ് റേറ്റിംഗ്സ്. ഓപ്പറേറ്റർ എക്സ്പീരിയൻസ് എക്സ് ഇൻ ഇയേഴ്സ്, പെർഫോമൻസ് റേറ്റിംഗ് വൈ ഇൻ വൈ, അത് രണ്ട് തന്നിട്ടുണ്ട് വിലകൾ. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എസ്റ്റിമേറ്റ് പെർഫോമൻസ് ഈഫ് ഓപ്പറേറ്റർ ഹാസ് 7 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ് ഇവിടെ? എസ്റ്റിമേറ്റ് ദ പെർഫോമൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് പറഞ്ഞാൽ വൈയുടെ വില കാണാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ വില തന്നിട്ടുണ്ട് 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വൈയുടെ വില കാണണം, എക്സിൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? റിഗ്രഷൻ ലൈൻ ഓഫ് y on x, that is y minus y bar equal to yx into x minus x bar. അപ്പോൾ അതിന് വേണ്ട ടേംസ് എല്ലാം കാണാം, എന്നിട്ട് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് കാണാം, എന്നിട്ട് ലൈൻ ഓഫ് റിഗ്രഷൻ കാണാം, അതിനുശേഷം നമ്മൾ വൈയുടെ വില കാണാം. ഇതെല്ലാവരും ചെയ്ത ശേഷം എനിക്ക് പോസ്റ്റ് ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇത് ചെയ്ത ശേഷം മാത്രമേ ഞാൻ അടുത്ത സെഷനിലേക്ക് പോവുകയുള്ളൂ. താങ്ക്സ്.